ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്തൂർ സംഘ് BMSന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ സമരം നടത്തി. നിലവിലെ സാഹചര്യത്തിൽ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധിക്ക് സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സമരം. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. KSRTCയിൽ സൗജന്യ യാത്ര തുടങ്ങിയതോടെ സ്വകാര്യ ബസ് വ്യവസായം തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. പ്രധാന റൂട്ടുകളിൽ ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകളുടെ മുന്നിലും പിന്നിലും KSRTC ബസ്സുകളോടുമ്പോൾ സ്ത്രീകൾ കൂട്ടത്തോടെ KSRTC ബസ്സിൽ കയറാൻ തുടങ്ങിയതോടെ വരുമാനത്തിൽ വന്നിടിവാണ് സ്വകാര്യ ബസ് മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. സ്കൂൾ കുട്ടികളുടെ കൺസെഷൻ മുഖേന കിട്ടിയിരുന്ന വരുമാനവും ബസ്സുകൾക്ക് ഇല്ലാതായി കഴിഞ്ഞു. സ്വകാര്യ ബസ്സുകൾ പ്രതിദിനം 1000 മുതൽ 5000 രൂപ വരെ നഷ്ടത്തിലാണ് നിലവിൽ ഓടുന്നത്. ജൂൺ 15 മുതൽ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ ശമ്പളവും മുടങ്ങിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്വകാര്യ ബസ് തൊഴിലാളി മേഖല സംരക്ഷിക്കണമെന്നും ഇല്ലെങ്കിൽ തൊഴിലാളികൾക്ക് മുന്നിൽ ആത്മഹത്യയെ വഴിയുള്ളൂ എന്നും സമരക്കാർ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന പ്രതിഷേധ സമരം കാസർഗോഡ് BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ ജൂൺ 15-ാം തീയതി മുതൽ കേരളത്തിലെ KSRTC ബസ്സുകളിൽ നമ്മുടെ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു. പക്ഷേ ഏറ്റവും നല്ല കാര്യം തന്നെയാണെന്ന് അതിലൊരു അഭിപ്രായ വ്യത്യാസവും നമ്മൾക്കില്ല. പക്ഷേ നമുക്കറിയാം, കോവിഡിന് മുമ്പ് കേരളത്തിൽ 40,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കറിയാം വെറും 10,000 ബസ്സുകൾ മാത്രമേ ഇന്ന് സർവീസ് നടത്തുന്നുള്ളൂ. അതിൻ്റെ ഇരട്ടടി എണ്ണോണം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സൗജന്യ യാത്ര വന്നതിന് ശേഷം സ്ത്രീകളെല്ലാവരും അതുപോലെ തന്നെ പുരുഷന്മാരടക്കം KSRTC ബസ്സുകളിലേക്ക് യാത്ര ചെയ്യാൻ പോയി. ഒരു പ്രൈവറ്റ് ബസ് പോകുന്ന സമയത്ത് മുമ്പിലും ബാക്കിലുമായി KSRTC ബസ് പോകുമ്പോൾ ആ ബസ് വൈകുന്നേരം വരെ ആ റൂട്ട് ആ സർവീസ് നടത്തി 1000 മുതൽ 5000 രൂപ വരെ നഷ്ടത്തിലാണ് ഇന്ന് ആ ബസ് മേഖല. ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ സംഘം BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ജയേഷ് കാരക്കോട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുധീഷ് പുതിയകണ്ഠം, BMS മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട്, രാജേഷ് കടപ്പുറം, രതീഷ് മല്ലം, MK വിജേഷ്, രാകേഷ് കാസർഗോഡ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ മേഖലാ സെക്രട്ടറി അനീഷ് ഉദുമ സ്വാഗതവും സെക്രട്ടറി അജയൻ പുതിയകണ്ഠൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.